ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നൊരു ചിക്കൻ ചുക്കയാണ് തയ്യാറാക്കുന്നത്. ഇതിനായി 1/2 കിലോ ചിക്കൻ നന്നായി കഴുകി ചെറിയ പീസായി കട്ട് ചെയ്ത് അതിലേക്ക് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും അല്പം സുർക്കയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ഇനി 2 സവാള കട്ട് ചെയ്ത് ചൂടായ എണ്ണയിലിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എല്ലാ സവാളയും ഇതുപോലെ നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ 1 സ്പൂൺ നെയ്യിട്ട് കൊടുക്കാം. അതിലേക്ക് അല്പം ഓയിലും ചേർക്കുന്നുണ്ട്. ഇത് സവാള ഫ്രൈ ചെയ്തെടുത്ത ഓയിലാണ്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. കൂടെ അല്പം കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി പൗഡറും ചേർക്കുന്നുണ്ട്. കൂടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. നന്നായി വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ചിക്കൻ ഇളക്കിയെടുക്കാം. ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് അടച്ചു വെച്ച് 15 മിനിറ്റ് വേവിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ 15 മിനിറ്റായി. ഇനി ഇത് തുറന്നു നോക്കാം. ചിക്കനെല്ലാം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത സവാള ചേർത്ത് നന്നായി മിക്സാക്കാം. ഇനി അല്പം പെരിഞ്ജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിപ്പോൾ അല്പം ഗ്രേവി ആയിട്ടാണ് ഉള്ളത്. ഇത് ചൂടാറി വരുമ്പോൾ നന്നായി കുറുകി വരും. നല്ലൊരു തിക്നെസ്സായി വരും ഈ കറി. ഇനി അല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ ചിക്കൻ ചുക്ക റെഡിയായി. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണിത്. അപ്പത്തിൻ്റെയും പത്തിരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒരു ലൈക്ക് തരാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.